ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങളുടെ പുസ്തകം പ്രോവേർബ്സ് ചാപ്റ്റർ 23 23 അധ്യായം 26 വേഴ്സ്. സദൃശവാക്യങ്ങൾ 23:26. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. എന്റെ വഴികൾ നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ഹൃദയം ദൈവത്തിന് കൊടുക്കുക. ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവസഭയെ അറിയിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ദൈവത്തിന്റെ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ വായിച്ചു, പിതാവാം ദൈവം പറയുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. സ്തോത്രം. കർത്താവ് കൃത്യമായി ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. സദൃശവാക്യം തന്നെ 4:23 വാക്യം പ്രോവേർബ്സ് 4:23 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമ്മള് ബയോളജിക്കൽ ഇപ്പൊ പഠിക്കാൻ പോകുന്നതിലെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലെ ബ്ലഡും ഓക്സിജനും പമ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ എനർജി എല്ലാ ഇടങ്ങളിലേക്കും കൊടുക്കുന്ന സെൻട്രൽ പോയിന്റ് ആണ് ഹൃദയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ഓക്സിജനും ബ്ലഡും പമ്പ് ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അത് പ്യൂരിഫൈ ചെയ്ത് ആമേൻ നമ്മളെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന ഒരു അവയവമാണ് ഹൃദയം. ജീവന്റെ ഉത്ഭവം അവിടെ ആ ഹൃദയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓർക്കണം, ഹൃദയം നിലച്ചാൽ മനുഷ്യൻ നിലച്ചു. നമുക്കറിയാം, ഹാർട്ട് അറ്റാക്ക് വന്ന് എന്ത് ചെയ്തു? മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ആ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു അനുഭവം വന്നാൽ ഒരു മനുഷ്യന്റെ അവസാന നിമിഷം അവിടെ ആരംഭിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ. സ്തോത്രം. ആ അനുഭവത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, അത് എൻ്റെ കയ്യിൽ തരിക, അത് എനിക്ക് തരിക. ഗിവ് ഇറ്റ് ടു മീ. സ്തോത്രം. എന്റെയും നിങ്ങളുടെ ഹൃദയം എൻ്റെ പിതാവിന് കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഹൃദയത്തിൽ പലതും ഇരിക്കുക. ഈ ഹൃദയം പലർക്കും വിട്ടുകൊടുത്തിരിക്കുക. ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഈ ഹൃദയം പിതാവാം ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വേറൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ദൈവം ഹൃദയം ചോദിക്കുന്നത്. ഇനി ഹൃദയം കൈ മേടിച്ചു വെച്ചിട്ട് അത് നോക്കി സന്തോഷിക്കാൻ വേണ്ടിയല്ല കർത്താവ് ഹൃദയം ചോദിക്കുന്നത്. പിതാവ് ദൈവം ഓരോ കാര്യങ്ങൾ പറയുന്നതിലും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. എന്തിനാണ് ഹൃദയം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുവാൻ പറയുന്നത്? എന്തിനാണ് ഹൃദയം കർത്താവിനായി കൊടുക്കുവാൻ പറയുന്നത്? ആമേ. നമ്മുടെ ഹൃദയം കർത്താവിനായി കൊടുക്കുമ്പോൾ, കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ, സ്തോത്രം, ദൈവം ചില കാര്യങ്ങൾ അവിടെ ചെയ്യും. എന്താണ് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ? സദൃശവാക്യം 2-ാം അധ്യായം 10-ാം വാക്യം, പ്രോവേർബ്സ് തന്നെ ചാപ്റ്റർ 2 അതിന്റെ 10 എന്ന് വായിക്കാം. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. സ്വർഗീയ ജ്ഞാനം കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ തുടങ്ങും. സ്തോത്രം. സ്വർഗീയ ജ്ഞാനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവം നിറയ്ക്കുവാൻ തുടങ്ങും. വെറുതെ ഇരിക്കല്ലേ. വെറുതെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും, സ്തോത്രം, കർത്താവ് എനിക്കൊന്നുകൊണ്ട് വചനം മനസ്സിലാകുന്നില്ല, കാരണം നീ ഹൃദയം കൊടുത്തിട്ടില്ല. സ്വർഗീയ ജ്ഞാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ തുടങ്ങും. സ്തോത്രം. ഇനി 4:4 എന്ന് വെച്ച് പ്രോവേർബ്സ് അതിന്റെ സദൃശവാക്യം 4:4.
അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. സ്വർഗീയ പ്രമാണങ്ങൾ, സ്വർഗീയ വചനങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ തുടങ്ങും. ഒരു കാര്യം ഓർക്കണം, ഈ ഭൂമിയിൽ ഏത് കോഴ്സ് പഠിച്ചാലും ഭൂമിയിലെ ജ്ഞാനം കൊണ്ട് ഈ ലോകം നമ്മെ നിറയ്ക്കുമ്പോൾ, ഈ ഹൃദയം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവിക ന്യായപ്രമാണം കൊണ്ട്, ദൈവവചനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞ, മകനെ, നിന്റെ ഹൃദയം എനിക്ക് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. നിന്റെ ഹൃദയത്തെ എനിക്ക് ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. സ്തോത്രം. സദൃശവാക്യങ്ങൾ 15:15 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. Proverbs 15:15 വായിക്കുമ്പോൾ, ഇഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. സന്തോഷം കൊണ്ട് നിറയ്ക്കുക ദൈവം ആഗ്രഹിക്കുന്നു, സ്വർഗീയ സന്തോഷം കൊണ്ട്. സ്തോത്രം. ജ്ഞാനം കൊണ്ടും വചനങ്ങൾ കൊണ്ടും മാത്രമല്ല, നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ, ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മെ വിട്ടു കൊടുക്കുമ്പോൾ സ്വർഗീയ സന്തോഷം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. സ്തോത്രം. ഒരു ഭാഗം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാൻ ആഗ്രഹിക്കുക. ആ സദൃശവാക്യം 20:9 ഒന്ന് വായിച്ച്. 29, chapter 20 verses 9. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, പാപമൊഴിഞ്ഞു നൂതനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? ആമേൻ. ലോക ജ്ഞാനം കൊണ്ടും ലോകത്തിലെ ഉപദേശങ്ങൾ കൊണ്ടും ലോകത്തിലെ സന്തോഷം കൊണ്ടും എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആർക്ക് പറയാൻ കഴിയും? ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ ദൈവിക ജ്ഞാനം കൊണ്ടും ദൈവവചനം കൊണ്ടും ദൈവിക സന്തോഷം കൊണ്ടും നിറയുമ്പോൾ, ആമേൻ, ദൈവിക ശുദ്ധീകരണമുള്ള ഒരു വ്യക്തിയായി ദൈവം നമ്മെ മാറ്റും. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന സാധാരണ മനുഷ്യനായിരുന്ന, ഒരിക്കലും ദൈവത്തെ വേണമെന്ന് ആഗ്രഹിക്കാത്ത, ഒരിക്കലും പ്രാർത്ഥന ജീവിതം ഇഷ്ടമില്ലാതിരുന്ന എന്നെയും നിങ്ങളുടെ അരികിൽ വന്നിട്ട് തന്റെ ജനമായി നമ്മെ സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ മനസ്സിന് തോന്നിയ ശേഷം നമ്മോട് പറയുക, മകനേ എന്നാ വിളിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ സ്വന്തം മകനായി തീർന്നവരോട് പറയുകയാണ്. സ്തോത്രം. എന്നെ കർത്താവിന്റെ നാമത്തെ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമകനായി തീരുവാൻ അവകാശവും അധികാരം ലഭിച്ച എന്നോടും നിന്നോടും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്തിനാണ് ഹൃദയം തരുന്നത്? എന്റെ ജ്ഞാനം കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കുവാൻ പോവുകയാണ്. എന്റെ വചനം കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കുവാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. എന്റെ സന്തോഷം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ശത്രു പറയുകയില്ലേ, ഒരിക്കലും നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കാമെങ്കിൽ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നിന്നെ ഇടിയാക്കി തീർക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല ദൈവം നിൽക്കുന്നത്. ഹൃദയം വാങ്ങിയ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ ഹൃദയത്തെ, ശൂന്യമായ ഹൃദയത്തെ, പാപമംഗലമായ ഹൃദയത്തെ, അശുദ്ധിയിൽ കിടന്ന ഹൃദയത്തെ, സ്തോത്രം, ദൈവജനമില്ലാത്ത ഹൃദയത്തെ പുതിയൊരു അനുഭവത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി സ്വർഗീയ ജ്ഞാനം കൊണ്ടും സ്വർഗീയ വചനം കൊണ്ടും സ്വർഗീയ സന്തോഷം കൊണ്ടും സ്വർഗീയ വിശുദ്ധീകരണം കൊണ്ട് ഞാൻ നിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം. ഇത് ആത്മാവിൽ ആര് കണ്ടു? എസെക്കിയേൽ പ്രവചനം കണ്ടു. എസെക്കിയേൽ പ്രവാചകൻ ഇത് ആത്മാവിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എസെക്കിയേൽ പ്രവചനം 36 chapter 36 അതിന്റെ 26 verse ഒന്ന് വായിക്കാം. എന്താണ് ആത്മാവിൽ കണ്ടു വിളിച്ചു പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഞാൻ അതിനകത്ത് പുതിയതിനെ പകരും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. നീ തന്ന ഹൃദയമല്ല ഞാൻ നിനക്ക് മടക്കി തരാൻ പോകുന്നത്, ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് മടക്കി തരാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ പുതിയൊരു ഹൃദയം. അതുവരെയും ആ ഹൃദയത്തിൽ ആത്മാവില്ലായിരുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളില്ലായിരുന്നു. നീ എന്റെ കയ്യിൽ തരുന്ന ഹൃദയത്തെ ഞാൻ രൂപാന്തരപ്പെടുത്തി. സ്തോത്ര. സ്വർഗത്തിലെ സകല നന്മകളാലും അതിനെ ബ്ലസ് ചെയ്ത് ഞാൻ നിന്നെ മടക്കി തരുമ്പോൾ കഠിന ഹൃദയനായ നീ മാംസളമായ സോഫ്റ്റ് ആയുള്ള ഹൃദയമുള്ളവനായി നിന്റെ ജീവിതത്തെ അവൻ മാറ്റും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മകന്റെ ഹൃദയമുള്ളവനാക്കി ദൈവത്തിനെ മാറ്റും. പിതാവിന്റെ എന്തെല്ലാം നന്മകളുണ്ടോ അത് പ്രാപിച്ചൊരു മകനാക്കി ദൈവം നിന്നെ മാറ്റും. ദൈവത്തിന് സ്തോത്രം. ഇത് എസെക്കിയേൽ ആത്മാവിൽ. സ്തോത്രം.
ഹൃദയം ദൈവത്തിന്റെ കല ഏൽപ്പിക്കുമ്പോൾ, ഹൃദയം ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, പുതിയൊരു ഹൃദയം ദൈവം തരികയാണ്. ഇതാണ് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടും മാനുഷിക ജ്ഞാനം കൊണ്ടും മാനുഷിക ഉപദേശം കൊണ്ടും മാനുഷിക ശക്തി കൊണ്ടും നിനക്ക് മാനസാന്തരം ഉളവാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ഹൃദയം ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒന്നിനും കൊള്ളാത്ത ശൂന്യമായ പാപമംഗലമായ ആമേൻ സ്തോത്ര ദൈവത്തിനാകുന്ന ആർക്കും വേണ്ടാത്ത നിന്നെ പുതിയൊരു അനുഭവത്തിലേക്ക് ദൈവം നടത്തും. നിന്റെ കഠിനതയെ, ഹൃദയത്തിന്റെ കഠിനതയെ മാറ്റിയിട്ട്, സ്തോത്രം, ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. കല്ലായുള്ള ഹൃദയം, കഠിന ഹൃദയം ഞാൻ എടുത്തു മാറ്റും. ദൈവത്തിന് പ്രസാദമുള്ള ഹൃദയം ഞാൻ നിനക്ക് മടക്കി തരും. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ എസെക്കിയേൽ പറയുന്നു, കല്ലായുള്ളൊരു ഹൃദയം, കഠിനമായൊരു ഹൃദയം. സ്തോത്രം. എന്താണ് കർത്താവ് അങ്ങനെ ഒരു കാര്യം പറയാൻ ഇടയായത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം കഠിനമാണെന്ന് പറയുവാനുള്ള കാരണം എന്താണ്? രണ്ടാമത്, ആ കഠിന ഹൃദയത്തെ എങ്ങനെ മാംസളമാക്കി അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കി ദൈവം കർത്താവ് മാറ്റും? ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പകൽ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് കഠിന ഹൃദയൻ എന്ന് കർത്താവ് വിളിച്ചു? എന്താണ് ഈ മാംസളമായ ഹൃദയം എന്ന് കർത്താവ് നമ്മോട് പറയുവാൻ കാരണമായി തരുന്നത് എന്ന് പറഞ്ഞാൽ, കഠിന ഹൃദയം എന്താണെന്ന് പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള വിടുതലാണ് മാംസളമായ ഹൃദയം, അല്ലെങ്കിൽ സോഫ്റ്റായ ഹൃദയം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഹൃദയം. ആ ദൈവത്തിന് പ്രസാദമുള്ള ഹൃദയം വന്നെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന് പ്രസാദമുള്ള ഒരു മകനും മകളുമായി തീരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആയിത്തീരണമെങ്കിൽ നീ ആദ്യം കൊടുക്കേണ്ടത് ദശാംശമല്ല, നീ ആദ്യം കൊടുക്കേണ്ടതിന്റെ ഭവനമല്ല, ആദ്യം കൊടുക്കുന്നതിന്റെ വാഹനമല്ല, ആദ്യം കൊടുക്കേണ്ടത് നിന്റെ മറ്റ് ഭൗതികമായി ഒന്നുമല്ല. കർത്താവ് പറഞ്ഞു, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ഇരിക്കുക. കർത്താവ് നമ്മോട് തുടർന്ന് സംസാരിക്കുവാൻ ഇടയായിട്ട്. എന്താണ് കഠിനമായ ഹൃദയം? സ്തോത്രം, ആമേൻ. നമുക്ക് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, അതിന്റെ 5-6 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 13, 5 and 6. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. പാറസ്ഥലത്ത് ചില വിത്തുകൾ വീണു. പാറസ്ഥലത്ത് ചില വിത്തുകൾ വീണു. എന്നിട്ട് മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. സ്തോത്രം. പാറപ്പുറത്ത് വീണ വിത്ത്, കഠിന ഹൃദയത്തിൽ വീണ വിത്തുകൾ, അത് മുളച്ചു. പക്ഷേ സൂര്യൻ ഉദിച്ചു വന്നപ്പോഴത്തേക്കും വെയിലടിച്ചെന്ത് ചെയ്യുന്നു? അങ്ങ് വാടിപ്പോയി. സ്തോത്രം. എന്താണ് അതിനെക്കുറിച്ച് കർത്താവ് വിശദീകരിക്കുന്നത്? ആദ്യം തന്നെ അതിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് പറയുന്നുണ്ട്. വായിക്കും. 20-21, മാത്യു 13:20-21. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. അടുത്ത വാക്യം. വചനനിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടാണ് കൈക്കൊള്ളുന്നത്. പക്ഷേ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾ വേഗത്തിൽ ഇടറിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഇടറിപ്പോകുന്നത്? സ്തോത്രം. അപ്പോൾ കഠിന ഹൃദയം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കർത്താവ് ആദ്യം ഉദ്ദേശിക്കുന്നത് അവിശ്വാസമുള്ള ഹൃദയം. നിങ്ങൾ സന്തോഷത്തോടെ കൈക്കൊള്ളും, വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ സന്തോഷത്തോടെ കൈക്കൊള്ളും. പക്ഷെ ഒരു ചെറിയ പ്രതികൂലം വരുമ്പോഴത്തേക്കും, അയ്യോ വേണ്ട, മതി,
പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ അവിശ്വാസമാ. എനിക്ക് ദോഷമായി തീരുമോ? എന്റെ ജീവിതത്തിൽ തകർച്ചയായി തീരുമോ? എന്റെ ജീവിതം ഇനി സന്തോഷം എനിക്ക് ഉണ്ടാകുമോ? ഇനി എന്റെ ജീവിതത്തിൽ കർത്താവെ ഒരു നന്മ ഉണ്ടാകുമോ? ഇനി ഞാൻ മറ്റാർക്കുമില്ലാത്തൊരു പ്രതിസന്ധിയിൽ ഞാൻ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവിശ്വാസത്തിന്റെ വാക്കുകൾ, ദൂതുകൾ നിന്നോട് തന്നെ പറയുവാൻ തുടങ്ങും. ഒന്നാമത്തെ കഠിന ഹൃദയം എന്ന് പറഞ്ഞാൽ അവിശ്വാസമുള്ള ഹൃദയം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എബ്രായ ലേഖനം ഹീബ്രൂസ് അതിന്റെ 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ച്, ഹീബ്രൂസ് 3:12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെറ്റിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വായിച്ചു ജീവനുള്ള ദൈവത്തെ വായിച്ചു ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് ആയതോട് വായിച്ചേ. സഹോദരന്മാരെ ദൈവസഭയിലെ ജനത്തോടെ പറയുന്നത്, പുറമെയുള്ള മനുഷ്യരോടല്ല പറയുന്നത്. സഹോദരന്മാരെ, വിശ്വാസത്തിൽ വന്നവരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള കഠിന ഹൃദയം, ദുഷ്ടഹൃദയം, ഏറ്റവും കഠിനമായ വാക്കർത്ഥം ഉപയോഗിക്കുന്നത്. വിശ്വാസത്തിൽ വന്നിട്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന, അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന, അവിശ്വാസം പേറുന്ന നിന്നെ നോക്കി ദൈവം വിളിക്കുന്നു ദുഷ്ടഹൃദയമുള്ളവൻ. സ്തോത്രം. ഒരു ഭാഗത്ത് എന്ത് വിളിക്കുന്നു? ദുഷ്ടനെന്ന് വിളിക്കുന്നു. ലൂക്കോസ് 24:25 വായിച്ചേ. ലൂക്ക് 24:25. ഇച്ചൂടെ നല്ല പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ അവരോട്, യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ അവിശ്വാസമുള്ളവനെ കർത്താവ് വിളിക്കുന്നു ദുഷ്ടൻ, മന്ദബുദ്ധി. ഇത്രയും വചനം കേട്ടിട്ടും ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കഴിയാതിരിക്കുന്ന കഠിന ഹൃദയനെ, ദുഷ്ടഹൃദയനെ, മന്ദബുദ്ധിയെ എന്ന് കർത്താവ് നമ്മെ വിളിക്കുക. സ്തോത്രം. കാൽവറിയിൽ എന്നേക്കും കൂടെ ജയം തന്നിട്ടും ആ ജയത്തെ കാണുവാൻ കഴിയാത്ത ദുഷ്ടഹൃദയമുള്ളവൻ. സ്തോത്രം. പല വിഷയങ്ങളിലും നിങ്ങളുടെ ജീവിതാനുഭവം ഇതാണ്. സ്തോത്രം. വിടുതൽ കിട്ടുമെന്ന് ചിലപ്പോൾ വിശ്വസിക്കും. 90% ദുഷ്ടഹൃദയം, മന്ദബുദ്ധിയെ പോലെ ആയിത്തീരുക. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ആ കല്ലായുള്ള ഹൃദയത്തെ എനിക്കൊന്ന് മാംസളമാക്കി മാറ്റണം. നിന്റെ അവിശ്വാസത്തെ എനിക്കെടുത്ത് വെളിയിൽ കളയണം. നീ ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് പകൽക്കാലം നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറകൾക്കും ദോഷമായതൊന്നും ഭവിക്കുകയില്ല. സ്തോത്രം. നീ ഇറങ്ങി തിരിച്ചെങ്കിൽ, മിസ്രയീമിൽ നിറങ്ങിയെങ്കിൽ, വാഗ്ദത്തദേശത്തും വരെയും അഗ്നിസ്തംഭമായി, മേഘസ്തംഭമായി അവൻ നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ വഴി നടത്തും. സകലരും മാറിപ്പോകും, അവൻ മാറിപ്പോകുകയില്ല. ഇതൊന്ന് വിശ്വസിക്കാനൊന്ന് കഴിയുമോ? കഠിന ഹൃദയനെ, ദുഷ്ടഹൃദയനെ, മന്ദബുദ്ധി എന്ന് വിളിക്കുമ്പോൾ ഇന്ന് പകൽ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഞാൻ മന്ദബുദ്ധിയായിരുന്നു ഈ പകൽക്കാലം വരെ. ഈ പകൽക്കാലം വരെ ദുഷ്ടഹൃദയമുള്ളവനായിരുന്നു. ഈ പകൽ എന്റെ ഹൃദയത്തെ, കഠിന ഹൃദയത്തെ, എന്റെ അവിശ്വാസമുള്ള കഠിന ഹൃദയത്തെ ഒന്ന് മാംസളമാക്കി മാറ്റണം. സ്തോത്രം. നീ ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ വിശ്വാസത്തിന്റെ വീരനാക്കി ദൈവം മാറ്റും. റോമാലേഖനം 1:8 വായിക്കുമ്പോൾ അങ്ങനെ എഴുതി വെച്ചേക്കുന്നു, നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ ഈ ദുഷ്ടഹൃദയമുള്ളവനായ നീ, മന്ദബുദ്ധിയായ നീ, നിന്റെ ഹൃദയം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ മാംസളമാക്കി മാറ്റിയിട്ട് അവിശ്വാസത്തിന്റെ വിത്തുകൾ പേർന്ന് നിന്നെ ആരാക്കി മാറ്റുന്നത് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചേ. റോമാലേഖനം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ നിങ്ങളുടെ വിശ്വാസം മതി. നിങ്ങളുടെ വിശ്വാസം ഇപ്പൊ എന്തായി മാറി? സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ള നീ ആയിരുന്നു, മന്ദബുദ്ധിയായിരുന്നു.
എത്ര ദൂത് കേട്ടാലും വചനം കേട്ടാലും സത്യം തിരിച്ചറിഞ്ഞിട്ടും അവിശ്വസിക്കുന്ന ഹൃദയമുള്ള എന്റെയും നിന്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ കർത്താവ് പറയുന്ന നിന്റെ ഹൃദയം എന്റെ തന്നേ, ഞാൻ ഈ പകൽ മാംസളമാക്കി മാറ്റാൻ പോകുക, നിന്റെ വിശ്വാസം പ്രസിദ്ധമാക്കി മാറ്റാൻ പോകുക ഞാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മന്ദബുദ്ധി എന്നുള്ള പദവിയിൽ നിന്ന് മാറ്റാൻ പോകുക, ദുഷ്ടഹൃദയമുള്ള പദവിയിൽ നിന്ന് മാറ്റാൻ പോകുക, വിശ്വാസ വീരനാക്കി നിന്നെ മാറ്റാൻ പോകുക. നിന്റെ വിശ്വാസം സർവ്വലോകത്തിലും, സഭയിലും നിന്റെ കുടുംബത്തിലും ദേശത്തിലുമല്ല, സർവ്വലോകത്തിലും കർത്താവ് പ്രസിദ്ധമാക്കാൻ പോകുക. സ്തോത്രം. കാരണം വചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചത് തലമുറ തലമുറയായി, എത്ര തലമുറ കഴിഞ്ഞിട്ടും അബ്രഹാമിന്റെ വിശ്വാസം ഇന്ന് പകലും പ്രസംഗിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വിശ്വാസത്തെ അനേക തലമുറകൾ പ്രസംഗിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഇതെങ്കിലും. സ്തോത്രം. അവിശ്വാസമുള്ള കഠിന ഹൃദയം, അവിശ്വാസമുള്ള കഠിന ഹൃദയം. സ്തോത്രം. എബ്രായ ലേഖനം 4:1-2 വായിച്ച്, ഹീബ്രൂസ് 4:1-2. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ആമേൻ. വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ കിടക്കുക, ദൈവീയ വാഗ്ദത്തങ്ങൾ കിടക്കുക. നിന്റെ അവിശ്വാസമുള്ള ഹൃദയം, വചനം ആദ്യം പറയുന്നു, ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയത് വരാതിരിക്കാൻ നീ ഞാനും ഭയപ്പെടണം. എന്റെ മുമ്പിൽ വാഗ്ദത്തം കിടക്കുക, എന്റെ മുമ്പിൽ വഴികൾ തുറന്നു കിടക്കുക, എന്റെ കർത്താവ് എനിക്ക് മുൻപായി പോയിരിക്കുക, വഴിയിൽ ചുംബിപ്പാൻ പുത്രൻ നിർത്തിയിരിക്കുക, ഭയപ്പെടേണ്ട കൂടെ എന്നുള്ള വാഗ്ദത്തം നിൽക്കുക. എങ്കിലും അവിശ്വാസം, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അത് അവർക്ക് ഉപകാരമായി വരാതിരുന്നു. ഇന്ന് പകൽ നിന്റെ വിശ്വാസം പ്രസിദ്ധമാക്കുവാൻ, നിന്റെ അവിശ്വാസമുള്ള കഠിന ഹൃദയത്തെ മാംസളമാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോടുള്ള വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് ഈ ദിനങ്ങളിൽ കർത്താവ് നിന്നെ കൊണ്ടുവരാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദിനങ്ങളിൽ നിന്നോട്, നിന്റെ കുടുംബത്തോട്, തലമുറയുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിൽ കർത്താവ് നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. എബ്രായ ലേഖനം തന്നെ അതിന്റെ 10-ാം അധ്യായം അതിന്റെ 38-39 വായിക്കാം. 38-39 അവിടെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കട്ടെ. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അതിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയം കരങ്ങളിൽ കൊടുക്കുമ്പോൾ നീതിമാൻ നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നറിയാമോ? വിശ്വാസത്താൽ ജീവിക്കും. നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്റെ ആത്മീയ ജീവിതത്തെ കൊന്നൊടുക്കുവാൻ വന്ന ശക്തികളുടെ മുമ്പിൽ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുക. നിന്റെ ആത്മീയത്തെ ഇല്ലാതാക്കുവാനല്ല, എന്റെ നീതിമാൻ ജീവനോടെ ജീവിക്കും. എങ്ങനെ? വിശ്വാസത്താൽ ജീവിക്കും. എങ്ങനെ ജീവിക്കും? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലേക്ക് ഇന്ന് പകൽ ദൈവം നിന്നെ ട്രാൻസ്ഫർ ചെയ്യുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ വന്നിട്ടും വിശ്വസിപ്പാൻ കഴിയാതെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ള ഹൃദയത്തെ ഇത് കണ്ടുകൊണ്ട് പകൽ ദൈവാത്മാ പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ അതിനെ മാംസളമുള്ളതാക്കി മാറ്റാൻ പോകുന്നു, എന്റെ ഹിതപ്രകാരമുള്ളതാക്കി മാറ്റുവാൻ പോകുന്നു. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ ഇന്ന് പകൽ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നു. നിന്നോട്, നിന്റെ കുടുംബത്തോടും തലമുറയുള്ള സകല വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറവേറുവാൻ പോകുന്നു. നീ വിശ്വസിക്കുന്നു, ഇന്ന് പകൽ നീ ജീവരക്ഷ പ്രാപിക്കുന്നു. ആ കൂട്ടത്തിലേക്ക് ദൈവം നിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് നീ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. സത്യമായ കർത്താവേ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ആത്മീയ മന്ദബുദ്ധിയെ പോലെ എന്നെ തകർക്കുവാൻ എന്ന ശത്രുവിന്റെ മേൽ ഇന്ന് പകരം ജയം ഞാൻ നേടിയിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പം അവിശ്വാസമുള്ള കഠിന ഹൃദയത്തിൽ നിന്ന് കർത്താവ് ഒരു മോചനം നൽകുന്നു. സ്തോത്രം. രണ്ടാമത് സക്രിയ പ്രവചനം
അതിന്റെ 7-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 7, 11 and 12. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ ദൈവജനത്തിന് ചെവി കൊടുക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയിൽ ഒരു മഹാകോപം വന്നു. സ്തോത്രം. പ്രവാചകന്മാര് പറഞ്ഞത് ആദ്യം വിശ്വസിക്കാത്ത മന്ദബുദ്ധിയായിരുന്നു. രണ്ടാമത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞ വചനങ്ങൾ വിശ്വസിക്കുവാൻ ദൈവം കൃപ നൽകി. എന്നാൽ രണ്ടാമതിനെ കഠിനമാക്കുന്ന മണ്ഡലം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവയുടെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ട് അനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. സ്തോത്രം. വിശ്വസിക്കാത്തതിന്റെ അനുഭവത്തെ കർത്താവ് മാറ്റി തന്നു. എന്നാൽ ചിലർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അനുസരിക്കാൻ മനസ്സില്ലാത്ത കഠിന ഹൃദയമുള്ളവരുടെ അനുഭവങ്ങളെ ഇന്ന് പകൽ കർത്താവ് മാറ്റുവാൻ പോവുകയാണ്. സ്തോത്രം. സ്തോത്രം. റോമാലേഖനം 1:6 വായിക്കുമ്പോൾ പറയുന്നു, വിശ്വസിക്കുന്ന എന്ത് ചെയ്യണം? റോമൻസ് ചാപ്റ്റർ 1 verse 6. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് വിശ്വാസത്തിന് അനുസരണം വരുത്തണം. മതി. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസി പിന്നെ പ്രസംഗിക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെ പ്രവചിക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെ എന്തെങ്കിലുമല്ല ചെയ്യേണ്ടത്. വിശ്വസിക്കുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവൻ അനുസരിക്കണം. വിശ്വാസമണ്ഡലത്തിൽ ശത്രു പോരാടി കർത്താവ് വിടുതൽ നൽകി. നമ്മുടെ അനുസരണ മണ്ഡലത്തിൽ ശത്രു പോരാടിക്കൊണ്ടിരിക്കുക. എനിക്കിഷ്ടമുള്ളത് ഞാൻ അനുസരിക്കും, എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ അനുസരിക്കുക. ഇതല്ല ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നീ അനുസരിച്ചേ മതിയാകും. ഒന്നുകൂടെ പറയാം. നിനക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നിന്നോട് പറയുന്ന വാഗ്ദത്തങ്ങളും വചനങ്ങളും ദൈവ ഇഷ്ടമാണെങ്കിൽ നീ അതനുസരിച്ചേ മതിയാകുള്ളൂ. സ്തോത്രം. കർത്താവിന്റെ ദുഃഖം നമ്മൾ കാണണം. പ്രവാചകൻ യെശയ്യാവ് എഴുതി വച്ചിരിക്കുന്നു. 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ വായിച്ചേ. യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 1, 2 and 3. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരുക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ആരെ പോറ്റി വളർത്തി? ഞാൻ മക്കളെ പോറ്റി വളർത്തി. എന്റെ സ്വന്തം ജനം, എന്റെ മക്കളെ പോറ്റി വളർത്തി. അവരോ എന്ത് ചെയ്യുന്നു? എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവരെന്നോട് മത്സരിക്കുക. മക്കളെന്ന് പറഞ്ഞ് എങ്ങനെയാ മക്കളായി തീരുന്നത്? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാൻ അധികാരം കൊടുത്തു. വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാം. പക്ഷെ വിശ്വസിച്ച എന്റെ മക്കൾ ഇപ്പോൾ അനുസരിക്കാതെ അവരെന്നോട് മത്സരിക്കുന്നു. സ്തോത്രം. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കാളയും കഴുതയും അനുസരിക്കുന്നു, എന്നിട്ട് എന്റെ ജനം, ആമേൻ, എല്ലാം ഗ്രഹിച്ചവർ, എല്ലാം അറിഞ്ഞവർ, അവർ മത്സരികളായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, ഒരു രാജാവ് പരദേശത്തേക്ക് പോയപ്പോൾ ഒരാളുടെ കയ്യിൽ 5 താലന്ത് കൊടുത്തു, ഒരാളുടെ 2 താലന്ത് കൊടുത്തു, ഒരാളുടെ 1 താലന്ത് കൊടുത്തു. സ്തോത്രം. മത്തായി 25-ാം അധ്യായം, മത്തായി 25-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഭാഗം ഒന്ന് വായിക്കാം. മാത്യു 25, 14 and 15.
ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ Yes. ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ആ ഒരുവന് 5 താലന്ത്, ആ ഒരുവന് 2, ഒരുവന് 1, ആ ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. പുറപ്പെട്ടു. അടുത്ത വാക്യം കൂടെ വായിച്ചു. 2 വാക്യമുണ്ട്. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. ആ അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. ആ 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. സ്തോത്രം. മതി. പിതാവിൽ നിന്ന് അവർ പ്രാപിച്ചവരാ, അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം പ്രാപിച്ചവരാ. ഒരാൾ 5 പ്രാപിച്ചു, ഒരാൾ 2 പ്രാപിച്ചു, ഒരാൾ 1 പ്രാപിച്ചു. പക്ഷേ പ്രാപിച്ച 3 പേരുടെ അവസ്ഥകൾ നോക്കണം. 5 പ്രാപിച്ചവൻ 5 കൂടെ നേടി, 2 പ്രാപിച്ചവൻ 2 കൂടെ നേടി. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ അനുസരിക്കാൻ തുടങ്ങി, വിശ്വസിക്കുന്നവൻ അനുസരിക്കാൻ തുടങ്ങി. എന്നാൽ 1 താലന്ത് പ്രാപിച്ചവൻ എന്ത് ചെയ്തു? അത് കുഴിച്ചിട്ടു. അവൻ വിശ്വസിച്ചു, അവൻ അനുസരിച്ചില്ല. 24 വാക്യത്തോട്ട് വായിക്കാമെങ്കിൽ, സ്തോത്രം, 5ഉം 2ഉം താലന്ത് നേടിയ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിന്റെ 24 വാക്യത്തോട്ട് വേഗത്തിൽ വായിച്ചാണ്. 1 താലന്ത് ലഭിച്ചവനും ആ അടുക്ക വന്നു, ആ യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും ആ വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് ആ നിന്റെ താലന്ത് മറച്ചു വെച്ചു, ആ നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ആ അതിന് സ്തോത്രം. ആ അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ഉം. ദുഷ്ടന്റെ മടിയനുമായ ദാസനെ, ഞാൻ വിതരാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. ആ നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു. അടുത്ത വാക്യം. ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ, അങ്ങനെയുള്ളവൻ ഏവനും ലഭിക്കും, ആ അവന് സമൃദ്ധിയും ഉണ്ടാകും, ആ ഇല്ലാത്തവൻ ഉള്ളതുകൂടെ എടുത്തു കളയും. ആ അടുത്ത വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, നിങ്ങളത് ശരിക്കും അത് ഘട്ടഘട്ടമായിട്ട് പഠിക്കണം. ആദ്യമേ അവനെ വിളിക്കുന്ന പേര് ദുഷ്ടനും മടിയനുമായ ദാസൻ. രണ്ടാമത് പറഞ്ഞു, നീ അത് പലിശക്കാർക്കെങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ. അത് കഴിഞ്ഞപ്പോഴോ അവന്റെ ഉള്ള താലന്തും നഷ്ടപ്പെട്ടു. അവിടെ കൊണ്ട് തീരുന്നില്ല, ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത അന്ധകാരത്തിലേക്ക് അവനെ വലിച്ചത്. എപ്പോഴാണെന്നറിയാമോ? പ്രാപിച്ചത് വ്യാപാരം ചെയ്തില്ല, പ്രാപിച്ചത് ഒത്തവണ്ണം നീ പ്രതികരിച്ചില്ല, പ്രാപിച്ചതൊത്തവണ്ണം നീ ചുവട് വെച്ചില്ല, പ്രാപിച്ചതൊത്തവണ്ണം ഒരു ചെറുവിരൽ പോലും നീ അനക്കിയില്ല. സ്തോത്രം. അനുസരിപ്പാൻ മനസ്സില്ലാത്തത് നീ. 5 5 നേടി, 2 നീ എന്താ 5 നേടാന്ന് ചോദിച്ചില്ല. പ്രാപ്തിക്കൊത്തവണ്ണം അവർ പ്രവർത്തിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, വിശ്വാസത്തിന് നീ അനുസരണം വരുത്തണമെങ്കിൽ നിന്റെ കഠിന ഹൃദയം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടിന്റെ ആത്മാവിനാൽ ദൈവം, ആമേൻ, അനുസരണക്കേടിന്റെ ആത്മാവിനാൽ നിന്റെ ജീവിതം നിറഞ്ഞു നിൽക്കുക. സ്തോത്രം, സ്തോത്രം. എന്നാൽ ദൈവങ്ങളിലേക്ക് ഈ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സ്തോത്രം, എന്ത് സംഭവിക്കും? റോമാലേഖനം 16:19 വായിച്ചേ. റോമൻ 16:19. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായതുപോലെ നിന്റെ അനുസരണവും ഈമയും എല്ലായിടത്തും ഞാൻ പ്രസിദ്ധമാക്കും. സ്തോത്രം. ഇന്ന് ആരൊക്കെയാ? ഇന്ന് സഭകളാണ് പ്രസിദ്ധമാകുന്നത്, ദൈവദാസന്മാരാ പ്രസിദ്ധമാകുന്നത്, ചില കൺവെൻഷനുകളാണ് പ്രസിദ്ധമാകുന്നത്, ഇവിടെ പലതും പ്രസിദ്ധമാകുന്നത്. പക്ഷെ ദൈവം പ്രസിദ്ധമാകാൻ ആഗ്രഹിക്കുന്നത് 1 എന്റെയും നിങ്ങളുടെ വിശ്വാസം, 2 എന്റെയും നിങ്ങളുടെ അനുസരണം. സ്തോത്രം, സ്തോത്രം. ദൈവങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, എന്തായി മാറും? ആമേൻ, നിന്റെ അനുസരണം പ്രസിദ്ധമാക്കി മാറ്റും. എന്തിനാ പ്രസിദ്ധമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കണം. എന്താണ് പ്രസിദ്ധമാക്കുക പറഞ്ഞാൽ? സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലെ പഠിക്കുകയും ഉയരുകയും ഉയർന്ന അവസ്ഥയിൽ ചെല്ലുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ അനേകരോട് നിങ്ങളെക്കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ നിങ്ങൾ കുടിച്ച് കൂത്താടി കിടന്ന് വഴി കിടന്ന് എല്ലാം നശിച്ചതാണെങ്കിൽ അങ്ങനെ ഒരു മകനോ മകളോ ഉണ്ടെന്ന് പോലും ചിലപ്പോൾ മാതാക്കൾ പറഞ്ഞു വരികയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ലഭിച്ചാൽ അവർ അത് പ്രസിദ്ധമാക്കും. സ്തോത്രം. അങ്ങനാണെങ്കിൽ എന്നെയും നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ലഭിച്ചാൽ ദൈവം അത് പ്രസിദ്ധമാക്കും. എന്താണ് ദൈവം പ്രസിദ്ധമാക്കുന്നത്? ദൈവത്തിന് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? നിങ്ങളുടെ വിശ്വാസം കാണുമ്പോൾ, നിങ്ങളുടെ അനുസരണം കാണുമ്പോൾ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം ഞാൻ പ്രസിദ്ധമാക്കും, നിങ്ങളുടെ അനുസരണം ഞാൻ പ്രസിദ്ധമാക്കും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഫിലോമന്റെ ലേഖനം, അതിലൊരു വാക്യം എനിക്ക് വളരെ എന്നെ ടച്ച് ചെയ്ത ആ ഭാഗം, അതിന്റെ ആ ഒറ്റ അധ്യായം 21 വാക്യം നമ്മൾ ശരിക്കും ധ്യാനിക്കേണ്ട ഒരു വാക്യമാണ്. ഫിലോമന്റെ ലേഖനം 1 അധ്യായം 21 വാക്യം, 121. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. അടുത്ത വാക്യം, ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ധ്യാനിക്കണം ദൈവമക്കളെ. നിന്റെ അപ്പന് നിന്നെക്കുറിച്ചൊരു നിശ്ചയം ഉണ്ടായിരിക്കണം. എന്താണ് നിന്നെക്കുറിച്ച് നിശ്ചയം? നിന്റെ അനുസരണത്തെ കുറിച്ചൊരു നിശ്ചയമുണ്ട്. എന്റെ മകനോട് പറഞ്ഞാൽ, എന്റെ മകളോട് പറഞ്ഞാൽ അവൾ അത് ചെയ്യും, അവനത് ചെയ്യുമെന്ന് നിന്റെ സ്വർഗീയ പിതാവിന് നിന്നെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നിന്റെ പിതാവ് പൗലോസ് പറയുക, ഞാൻ പറഞ്ഞതിലധികവും നീ എന്ത് ചെയ്യും? ചെയ്യും. സ്തോത്രം. ദാറ്റ് മീൻസ് പറഞ്ഞതിലധികം അനുസരണക്കാടല്ല, അധിക പ്രസംഗമാണല്ല, ഒരു കോൺഫിഡൻസ് ആണ്. സ്തോത്രം. ഒരു കോൺഫിഡൻസ് ആണ്. സ്തോത്രം. കാരണം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കുന്നിടം വരെയും, അതിന്റെ പൂർണ്ണത കാണും വരെയും നീ ദൈവനാമത്തിന് വേണ്ടി കാണുമെന്ന് നിന്നെക്കുറിച്ചൊരു കോൺഫിഡൻസ് ആർക്കുണ്ടാകണം? പാസ്റ്റർ ഉണ്ടായിട്ട് കാര്യമില്ല, വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, നിന്റെ സ്വർഗീയ പിതാവിനുണ്ടായിരിക്കും. കാരണം പാസ്റ്ററും വിശ്വാസവും നിന്റെ പുറമേയുള്ള പ്രകടനമേ കാണുന്നുള്ളൂ, നിന്റെ അകമയുള്ള തീരുമാനം പിതാവ് കാണുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവം നിന്റെ അനുസരണത്തിൽ വ്യത്യാസം വരുത്തും. പഴയ അനുസരണമല്ല, ഇപ്പോൾ ദൈവത്തിനൊരു കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ്? നീ അനുസരിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതിനൊത്തവണ്ണം അവൻ അനുസരിക്കും എന്ന് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവത്തിനൊരു കോൺഫിഡൻസ് ഉണ്ട്. സ്തോത്രം. 2 കൊരിന്ത്യർ 10 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ സകല അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ, ആമേൻ, 10:6 വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരും. എടുത്തവർക്ക് വായിക്കാം. 2 കൊരിന്ത്യൻസ് 10:6. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരും. അത്ര ആ ഭാഗം മതി എനിക്ക്. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരും. ആമേൻ. ദൈവത്തിന് കോൺഫിഡൻസ് ഉള്ളൊരു അനുസരണം. നമ്മ ഇതുവരെ 10% അനുസരിക്കും, ഇതുവരെ 99% അനുസരിക്കും, ഇന്ന് വരെ 100% അനുസരിച്ചിട്ടില്ല. എന്നാൽ ദൈവങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, ആമേൻ, അനുസരണക്കേടെന്ന കഠിന ഹൃദയമുള്ള മനുഷ്യനായ നിന്നെ, ആമേൻ, ദുഷ്ടനും മടിയനുമായ നിന്നെ, ആമേൻ, കർത്താവ് പറയുക, സ്തോത്രം, ആമേൻ, നിന്നെക്കുറിച്ച് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നീ അനുസരിക്കുക മാത്രമല്ല, ഞാൻ ചോദിച്ചതിനും അപ്പുറം, ആമേൻ, നീ പ്രവർത്തിക്കുക മാത്രമല്ല, നിന്റെ അനുസരണം 99% അത് 100% ഉണ്ടെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് ദൈവം നിങ്ങളെ മാറ്റുവാൻ പോവുകയാണ്. അതിനാ ഹൃദയം കൊടുക്കാൻ പറഞ്ഞു. 100% അനുസരിക്കുന്നതിനായി മാറണം, പൂർണ്ണതയോടെ അനുസരിക്കുന്നതിനായി മാറണം. ഒരു കാര്യത്തിന് ദൈവനാമത്തിൽ ഇറങ്ങി തിരിച്ചാൽ അതിന്റെ അവസാന നിമിഷം വരെയും ആമേൻ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നതിനായി തീരണം. ഈ അടുത്ത നിങ്ങളുടെ ഒരു സഹോദരനെ വിളിച്ചപ്പോൾ ഞാൻ സഹോദരനോട് ഫോണിൽ കൂടെ പറഞ്ഞു, കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിനക്ക് മാക്സിമം നീ ചെയ്യണം. സ്തോത്രം. ആമേൻ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആമേൻ. ആരെയും ക്ലീൻ ചെയ്യാനാണോ? അതിന്റെ മാക്സിമം നീ ചെയ്യണം. മിനിമം അല്ല, മാക്സിമം. നിനക്ക് എന്ത് പറ്റും? അതിന്റെ മാക്സിമം നീ ചെയ്യണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാനിടയായി തീരും. നിന്റെ അനുസരണം പ്രസിദ്ധമാക്കുക. എന്തുകൊണ്ടാണ് പ്രസിദ്ധമാക്കുക? കാരണം പണ്ട് പ്രസിദ്ധമാക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഇപ്പൊ പ്രസിദ്ധമാക്കാൻ പറ്റുന്ന അനുസരണം. കാരണം ആമേ അനുസരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് മാത്രമല്ല,
ദൈവത്തിന് ആത്മാ പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്ന അളവിനേക്കാൾ അധികമായി നീ പ്രവർത്തിക്കുകയും ആ അനുസരണം ഇൻ പെർഫെക്ഷൻ, ഒബീഡിയൻസ് ഇൻ പെർഫെക്ഷൻ, അത് തികഞ്ഞു വരുന്ന ഒരു അനുസരണമുള്ളവനാക്കി ദൈവം നിന്നെ മാറ്റുകയാണ്. അവിശ്വാസം എന്ന കഠിന ഹൃദയം, അനുസരണക്കേടെന്ന കഠിന ഹൃദയം. മൂന്നാമതൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 3:13. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആമേൻ. മൂന്നാമത് കഠിന ഹൃദയം എന്തെന്നറിയാമോ? ആദ്യം വിശ്വസിക്കുകയില്ലായിരുന്നു, നീ വിശ്വസിക്കാൻ ആരംഭിച്ചു. രണ്ടാമത് നീ അനുസരിക്കുകയില്ലായിരുന്നു, നീ അനുസരിക്കാൻ ആരംഭിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള അനുഭവത്തിലേക്ക് നീ എത്തി. എന്നാൽ മൂന്നാമതൊരു കഠിനതയിലേക്ക് ശത്രു നിന്നെ കൊണ്ടുപോകുന്നു. ആമേൻ. നിനക്ക് വിട്ടുപിരിയാൻ കഴിയാത്ത പാപത്തിന്റെ അനുഭവങ്ങൾ, പാപത്തിന്റെ ചതി. അനേക പാപങ്ങൾ നീ താലോലിക്കുക. ആമേൻ. വിട്ടു മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിട്ടു മാറാൻ കഴിയാത്ത പാപങ്ങളുണ്ട്. സ്തോത്രം. ചിലത് വിട്ടു പിരിയാൻ നിനക്ക് ആഗ്രഹമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിട്ടു പിരിയേണ്ടതിനെ വിട്ടു പിരിയണം. സ്തോത്രം. നിനക്ക് എപ്പോൾ ബോധ്യം വരുന്നുവോ അതിനെ വിട്ടു പിരിഞ്ഞേ മതിയാകിയുള്ള. സ്തോത്രം. ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹമോ നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുക, അടുത്ത് കിടക്കുക. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. അതിന്റെ ആഗ്രഹമോ നിങ്കിലേക്കാകുന്നു. നിന്നെ കൊണ്ട് പാപം ചെയ്ത് സന്തോഷിപ്പിക്കുന്ന പൈശാചിക ശക്തി, അതിനെ നീ കീഴടക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, ഒന്ന് നീ തിരിച്ചറിയണം, ഞാൻ വിശ്വാസിയാണ്, ഞാൻ അനുസരിക്കുന്നവനാണ്. എന്നാൽ എന്നെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ കഴിയാതിരിക്കുന്ന ചില പാപ സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ വേട്ടയാടുന്നു. ഇത് നീ സമ്മതിച്ചേ മതിയാകും. ഈ പാപ സ്വഭാവങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം വേണമെന്ന് നീ ഒന്ന് ആഗ്രഹിക്കണം. എനിക്കതിനെ കീഴടക്കണമെന്ന് നീ ഒന്ന് ആഗ്രഹിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ വായിച്ചു. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6:14-17 വായിച്ചു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയിലപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. ദൈവത്തിന് സ്തോത്രം. അശുദ്ധമായതൊന്നും തുടരുത്. എപ്പോൾ നിനക്കത് ബോധ്യം വരുന്നുവോ, ദേവാലയ വിഗ്രഹങ്ങളോട് അവിശ്വാസിയുമായി എപ്പോൾ നിനക്ക് ബോധ്യം വരുന്നു. അബ്രഹാം പറഞ്ഞില്ലേ, ലോത്തേ, ആമേൻ, നമ്മൾ ഒരുമിച്ച് പോയ ശരിയാകത്തില്ല, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഇടത്തോട്ട്. എപ്പോൾ ബോധ്യമാകുന്നുവോ ഒരു പാപ സ്വഭാവങ്ങൾ വിട്ടുപിരിയാൻ കഴിയാത്തത്, ആമേൻ, ആമേൻ, എന്റെ ആത്മജീവിതത്തെ തകർക്കുന്ന, ആമേൻ, ഞാൻ മകനായി തീരുവാനും എന്റെ അപ്പനായി തീരുവാനും കഴിയാതിരിക്കുന്ന ആമേൻ പാപ സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തോട് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആമേൻ, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ, ആമേൻ, ബോധ്യം വരുന്ന നിമിഷം, കൃപ ലഭിക്കുന്ന നിമിഷം, ആമേൻ, നീ തിരിച്ചറിയണം, ആമേൻ, ആമേൻ, ഇത് തമ്മിൽ ഒന്നിച്ചു പോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേർപെട്ടേ മതിയാകുന്നു. സ്തോത്രം. ഞാൻ ആ പാപ സ്വഭാവത്തിൽ നിന്ന് വേർപെട്ടേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ബോധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, എബ്രായ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. സ്തോത്രം.
പാപം ചെയ്യുവാൻ നിങ്ങളെ പിശാച് പ്രേരിപ്പിക്കുമ്പോൾ, പാപത്തിലേക്ക് നയിക്കുമ്പോൾ, സ്തോത്രം, ആമേൻ, യേശുവിന്റെ രക്തം ചെയ്യും. കർത്താവെ, ഈ പാപ സ്വഭാവങ്ങൾ എന്നോട് പോരാടുന്നു ജയിക്കുവാൻ കഴിയുന്നില്ല, കർത്താവെ കൃപ തരണമെന്ന് പറഞ്ഞങ്ങ് പാപം ചെയ്തു. കാരണം നീ ഒന്ന് പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോൾ, ആമേൻ, ദൈവം അറിയുന്നു, നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. ആമേൻ, ഈ പാപ സ്വഭാവത്തിന് ഒരു മോചനം എനിക്ക് ആവശ്യമെന്ന് നീ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ, നിന്നെ പാപ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. സ്തോത്രം, സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഒരു ശൂലം എന്റെ തന്നേക്ക്, അയ്യോ കർത്താവ്, ഞാൻ അത് നീങ്ങിപ്പോകാൻ വേണ്ടി 3 വട്ടം അപേക്ഷിച്ചു. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിന്റെ സകല ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു? നിന്നെ ബലം പകരുന്ന തികഞ്ഞു വരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യണം. 1, പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. 2, എതിർത്ത് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ, ആമേൻ, സ്തോത്രം, കർത്താവ് പറഞ്ഞ റോമാലേഖനം 8-37 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, വായിച്ചേ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിലും എന്ത് ചെയ്യുന്നു? ജയം, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം. അയ്യോ, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ പ്രാർത്ഥന കൊണ്ടല്ല, എന്റെ ജ്ഞാനം കൊണ്ടല്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് എന്റെ പരാജയപ്പെടുന്ന മണ്ഡലങ്ങളെ ഒന്നൊന്നായി ദൈവത്തോട് ഏറ്റു പറഞ്ഞ്, കർത്താവേ, നീ എന്നെ വിടുവിച്ചേ മതിയാകൂന്ന് അപേക്ഷിച്ച് അവന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ ആ കൃപ നമ്മുടെ മേൽ പകരപ്പെടുന്നു. ആമേൻ. നാമോ നമ്മെ സ്നേഹിച്ചവൻ കൃപ പകരപ്പെടുമ്പോൾ ആ കൃപ മുഖാന്തരമായി നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്തോത്രം. ആമേൻ. അവിശ്വാസം എന്ന കഠിന ഹൃദയം, അനുസരണക്കേടെന്ന കഠിന ഹൃദയം, പാപത്തെ താലോലിക്കുന്ന കഠിന ഹൃദയത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, അങ്ങനെയുള്ള ഹൃദയത്തെ എന്റെ ഞാൻ നിന്നെ, ആമേൻ, നിന്റെ വിശ്വാസം പ്രസിദ്ധമാക്കാൻ പോകുന്നു. നിന്റെ അനുസരണം ഞാൻ പ്രസിദ്ധമാക്കാൻ പോകുന്നു. നിന്നെ പൂർണ്ണ ജയം പ്രാപിച്ച വ്യക്തിയായി ലോകത്തിന് നടുവിൽ നിർത്തുവാൻ പോകുന്നു. സ്തോത്രം. ആമേൻ. അതിനായി സ്വർഗീയ ജ്ഞാനം കൊണ്ട്, അതിനായി ദൈവവചനം കൊണ്ട്, സ്വർഗീയ സന്തോഷം കൊണ്ട്, സ്വർഗീയ വിശുദ്ധീകരണം കൊണ്ട് ദൈവം നിന്റെ ഹൃദയത്തെ, നിന്റെ ദൈവത്തെ നിറയ്ക്കും. ആമേൻ. ഒരേ ഒരു കാര്യം ചെയ്യുക, നിന്റെ ഹൃദയം കർത്താവിനായി കൊടുക്കുക. വചനം പറയുന്നു, നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുവോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. സ്തോത്രം. നമ്മൾ പറയും, എന്റെ നിക്ഷേപം ആരാ? എന്റെ നിക്ഷേപം അങ്ങിൽ തന്നെയാ. എന്റെ നിക്ഷേപം ക്രിസ്തുവാണോ? എന്റെ ഹൃദയം ക്രിസ്തുവിലിരിക്കും. എന്റെ നിക്ഷേപം ഫെഡറൽ ബാങ്കിലാണോ? എന്റെ ഹൃദയം അവിടെ ഇരിക്കും. എന്റെ നിക്ഷേപം റിയൽ എസ്റ്റേറ്റ് ആണോ? എന്റെ ഹൃദയം അവിടെ ഇരിക്കും. നിന്റെ ഹൃദയം എവിടെയായിരിക്കുന്നത്? നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നത്? ആമേൻ. സ്തോത്രം. ഒരു സ്വർഗീയ നിക്ഷേപം നിനക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നും നീ ചെയ്യണ്ട, നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക. സ്തോത്രം. കർത്താവ്, ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എനിക്കുണ്ട്. അനുസരണക്കേടിന്റെ, ആമേൻ, അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. പാപത്തെ താലോലിക്കുന്ന ജീവിതം എന്റെ ജീവിതത്തിലുണ്ട്. ഈ വചനമായി എന്നെ വിടുവിച്ച കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ വചനം എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കണമെന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഈ പകലിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിനായി ഒരുങ്ങ്. നിന്റെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്ക്. നിന്റെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ കാണുന്നത്, വെളിപ്പെടുന്നത് കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ.